നമസ്കാരം. CA/IAB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അക്കൗണ്ടിങ്ങിലെ ചില പ്രധാനപ്പെട്ട ടേംസ്, പക്ഷേ എപ്പോഴും നമ്മളെ കൺഫ്യൂഷനാക്കുന്ന ചില വാക്കുകൾ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പരീക്ഷയുടെ സമയത്ത് ഈ വാക്കുകൾ കാണുമ്പോൾ, അതായത് അക്രൂഡ്, പ്രീപെയ്ഡ്, അൺഏൺഡ് റവന്യൂ എന്നൊക്കെ കാണുമ്പോൾ ഇത് അസറ്റാണോ അതോ ലയബിലിറ്റിയാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടോ? എങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് സാധാരണയായി എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. എന്തായാലും ഈയൊരു വിശകലനം കഴിയുമ്പോഴേക്കും ഈ സംശയങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ നമുക്കൊരു സിമ്പിൾ വഴിയുണ്ട്. നമ്മൾ അതിനെ ഒരു കോഡ് നിയമമിട്ട് വിളിക്കും, ദ 1 ഇയർ ഗോൾഡൻ റൂൾ. ഈ ഒരൊറ്റ നിയമം മാത്രം മതി നമുക്കിവയെല്ലാം ശരിയായ രീതിയിൽ തരംതിരിക്കാൻ. അതെ, 12 മാസം, അതായത് ഒരു വർഷം. ഈ ഒരു ടൈം ഫ്രെയിമാണ് ഒരു ഐറ്റം കറന്റ് അസറ്റ് ആണോ അതോ കറന്റ് ലയബിലിറ്റി ആണോ എന്ന് തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എന്താണ് ഈ റൂൾ? ലളിതമായിട്ട് പറഞ്ഞാൽ, ഏതൊരു ബിസിനസ് ഇടപാടും അത് അടുത്ത 12 മാസത്തിനുള്ളിൽ പണമായി മാറുന്ന ഒന്നോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒന്നോ ആണെങ്കിൽ അതിനെ നമുക്ക് കറന്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താം. ഈ നിയമം അസറ്റുകൾക്കും ലയബിലിറ്റികൾക്കും ഒരുപോലെയാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കറന്റ് അസറ്റുകളെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ കറന്റ് അസറ്റുകൾ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ ബിസിനസ്സിന് കിട്ടാനുള്ളതോമായ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പ്രയോജനപ്പെടുന്ന എന്തിനേയും നമുക്ക് കറന്റ് അസറ്റ് എന്ന് വിളിക്കാം. കുറച്ചുകൂടി ഒഫീഷ്യലായി പറഞ്ഞാൽ, അടുത്ത 12 മാസത്തിനുള്ളിൽ വിൽക്കാനോ അല്ലെങ്കിൽ പണമാക്കി മാറ്റാനോ പറ്റുന്ന റിസോഴ്സുകളാണ് കറന്റ് അസറ്റുകൾ. ഈ ഡെഫിനിഷൻ കേട്ട് പേടിക്കണ്ട, നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഇത് വളരെ ക്ലിയർ ആവും. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം കറന്റ് അസറ്റ് നമ്പർ 1, അക്രൂഡ് ഇൻകം. എന്താണത്? നമ്മളൊരു വരുമാനമുണ്ടാക്കി, പക്ഷെ അതിന്റെ പണം നമ്മുടെ കയ്യിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടേണ്ട പലിശ. ആ പലിശ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലായിരിക്കാം, പക്ഷെ അത് നമുക്ക് കിട്ടാനുള്ളതാണ്. ഭാവിയിൽ ആ പണം ലഭിക്കാൻ നമുക്കൊരു അവകാശമുണ്ടല്ലേ? ആ അവകാശമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു കറന്റ് അസറ്റായി കണക്കാക്കുന്നത്. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ കറന്റ് അസറ്റ്. ഇതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ചെലവുകൾ നമ്മൾ ഈ വർഷം തന്നെ മുൻകൂട്ടി അടയ്ക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഓഫീസിന്റെ അടുത്ത വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം ഈ വർഷം അടച്ചു തീർത്തു. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അല്ലേ? പക്ഷെ പകരം നമുക്കെന്ത് കിട്ടി? ഭാവിയിൽ ഒരു സേവനം ലഭിക്കാനുള്ളൊരു അവകാശം നമ്മൾ നേടിയെടുത്തു. ആ അവകാശം ഒരു ആസ്തിയാണ്. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു കറന്റ് അസറ്റ് ആകുന്നത്. ഇനി കറന്റ് അസറ്റുകളിലെ നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണം, അഡ്വാൻസ് ടു സപ്ലയേഴ്സ്. ബിസിനസ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽസിനായി നമ്മൾ സപ്ലയർമാർക്ക് മുൻകൂട്ടി പണം കൊടുക്കുന്ന സാഹചര്യമാണിത്. ഇതും പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെ തന്നെയാണ്. നമ്മൾ പണം കൊടുത്തു, പക്ഷെ അതിന് പകരമായി ഭാവിയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാനുണ്ട്. ആ സാധനങ്ങൾ കിട്ടാനുള്ള അവകാശം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടുതന്നെ സപ്ലയർമാർക്ക് കൊടുക്കുന്ന അഡ്വാൻസും ഒരു കറന്റ് അസറ്റാണ്. ശരി, അപ്പോൾ അസറ്റുകളുടെ കാര്യം ഒരുവിധം ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശത്തേക്ക് പോകാം, കറന്റ് ലയബിലിറ്റികൾ. എന്താണിത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു ബിസിനസ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട പണമോ സേവനങ്ങളോ, അതാണ് കറന്റ് ലയബിലിറ്റീസ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന തീയതി മുതൽ അടുത്ത 12 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട എല്ലാ ഷോർട്ട് ടേം ബാധ്യതകളെയും നമ്മൾ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ ലയബിലിറ്റികളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം ഏതാണെന്ന് നോക്കാം. ഇതാണ് അക്രൂഡ് എക്സ്പെൻസ്. ഇവിടെ കഥ നേരെ തിരിച്ചാണ്. നമ്മളൊരു സേവനം ഉപയോഗിച്ചു കഴിഞ്ഞു, പക്ഷേ അതിന്റെ പണം ഇനിയും കൊടുത്തിട്ടില്ല. ഉദാഹരണത്തിന്, ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഈ മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഓഫീസിന്റെ വാടക. നമ്മൾ ആ സേവനം സ്വീകരിച്ചതുകൊണ്ട് പണം കൊടുക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്, ഒരു ഓബ്ലിഗേഷൻ. ആ ബാധ്യതയാണ് ഇതിനെ ഒരു കറന്റ് ലയബിലിറ്റിയാക്കി മാറ്റുന്നത്. നമ്മുടെ അവസാനത്തെ ഉദാഹരണം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അൺഏൺഡ് റവന്യൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാവിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സർവീസിനു വേണ്ടി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മുൻകൂറായി പണം വാങ്ങി. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു. പണം വന്നതുകൊണ്ട് ഇതൊരു അസറ്റ് അല്ലേ എന്ന് തോന്നാം. അല്ല, കാരണം ആ പണത്തിന് പകരമായി നമ്മളൊരു സേവനം അവർക്ക് കൊടുക്കാനുണ്ട്. ആ സേവനം കൊടുത്തു തീർക്കുന്നതുവരെ ആ പണം നമ്മുടെ തലയിലുള്ളൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അൺഏൺഡ് റവന്യൂ ഒരു കറന്റ് ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 പ്രധാനപ്പെട്ട ടേംസ് പഠിച്ചു. പരീക്ഷ ഹാളിൽ വെച്ചൊരു കൺഫ്യൂഷനും ഉണ്ടാവാതിരിക്കാൻ നമുക്കിതൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ്? ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. സംഭവം വളരെ ലളിതമാണ്. ഇടതുവശത്ത് അസറ്റുകൾ,
അതായത് ബിസിനസ്സിന് പണമോ സാധനങ്ങളോ സേവനങ്ങളോ കിട്ടാൻ ഒരു അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ഉണ്ട്. എക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അഡ്വാൻസ്ഡ് സപ്ലയേഴ്സ് ഒക്കെ ഈ ഗണത്തിൽ വരും. ഇനി വലതുവശത്ത് ലയബിലിറ്റികൾ, അതായത് ബിസിനസ് എന്തെങ്കിലും തിരികെ കൊടുക്കാൻ ബാധ്യതപ്പെട്ടതാണ്. ഒരു ഒബ്ലിഗേഷൻ ടു ഗിവ് ഉണ്ട്. എക്രൂഡ് എക്സ്പെൻസ്, അൺഏൺഡ് റവന്യൂ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരേയൊരു ചോദ്യം ഇതാണ്: ഈയൊരു ഇടപാട് കാരണം ബിസിനസ്സിന് എന്തെങ്കിലും കിട്ടാനുണ്ടോ അതോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? റൈറ്റ് ടു റിസീവ് ആണോ അതോ ഒബ്ലിഗേഷൻ ടു ഗിവ് ആണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ മാർക്കും ഉറപ്പായി.